വത്തിക്കാൻ മ്യൂസിയത്തിൻ്റെ എൻട്രൻസിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. മൂന്ന് ഭാഗങ്ങളുള്ള ഈ വീഡിയോയുടെ ആദ്യത്തെ പാർട്ടാണിത്. വത്തിക്കാൻ മ്യൂസിയവും കോൺക്ലേവ് നടക്കുന്ന സിസ്റ്റൈൻ ചാപ്പലും എല്ലാം ഈ ട്രാവൽ വീഡിയോകളിലൂടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ സ്റ്റെപ്പ് കയറി മ്യൂസിയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അടുത്ത 2 ഭാഗങ്ങൾ 2 ആഴ്ച ഇടവിട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ്. ഇത് ഗ്രീക്ക് മിത്തോളജിയിലെ മെലീജർ, ലോകത്ത് ഏറ്റവും ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന 4ാമത്തെ മ്യൂസിയമാണ് വത്തിക്കാൻ മ്യൂസിയം. മുൻപിൽ പച്ച നിറത്തിൽ AD 2-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഓട്ടുകൊണ്ടുള്ള പൈൻകോൺ ഫൗണ്ടൻ കാണാം. കത്തോലിക്ക സഭയും പോപ്പിന്റെ സിംഹാസനവും നൂറ്റാണ്ടുകളായി ശേഖരിച്ച വലിയ കളക്ഷനാണ് ഇവിടെയുള്ളത്. ഇവിടെ റോമൻ ശില്പങ്ങളും നവോത്ഥാന കലയുടെ പ്രധാന മാസ്റ്റർ പീസുകളുമായി ഏകദേശം 70,000 വർക്കുകളുണ്ട്. അതിൽ 20,000 എണ്ണമാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ഈജിപ്ഷ്യൻ ഗ്രിഗോറിയൻ മ്യൂസിയം. 9 മുറികളിലായി പരന്നു കിടക്കുന്ന ഇതിന്റെ ആദ്യത്തെ മുറിയാണിത്. ഇവിടെയുള്ളത് ശിലാലിഖിതങ്ങളാണ്. 1839 പോപ്പ് ഗ്രിഗറി 16 ഇതിന്റെ തുടക്കം കുറിച്ചത്. ഇത് 2ാമത്തെ മുറി. ഇത് ജസ്മ്യൂട്ടിന്റെ ശവപ്പെട്ടിയുടെ ഉള്ള്. ഇവിടെയുള്ളത് പുരാതന ഈജിപ്തിലെ ശവസംസ്കാര ആചാരങ്ങളാണ്. വിവിധങ്ങളായ പുരാതന ഈജിപ്ഷ്യൻ മമ്മികൾ നമുക്ക് ഇവിടെ കാണാം. പോപ്പ് ജൂലിയസ് II 16-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ചതാണ് വത്തിക്കാൻ മ്യൂസിയങ്ങൾ. ഇത് ഈജിപ്ഷ്യൻ മ്യൂസിയത്തിന്റെ 3ാമത്തെ റൂം. ഒറിസിസ് ആന്റിനസിന്റെ സ്റ്റാച്യു ആണിത്. ഇത് 4ാമത്തെ റൂം. ഇത് ടൈഗ്രിസ് അല്ലെങ്കിൽ ആർണോ എന്നറിയപ്പെടുന്ന റിവർ ഗോഡ്. ഇത് കാക്കോ എന്ന പട്ടിയുടെ തലയുള്ള ശില്പം. ഇത് മരിച്ച എംബാം ചെയ്ത ചക്രവർത്തിമാരുടെ കാവൽ ദൈവം അനുബിസ്. ഇത് 5ാമത്തെ മുറി. ഇത് ഫറവോ മെൻറ്റ്ഹോറ്റപ്പ് 2-ാമന്റെ തല. ഇത് പെൺസിംഹ ദൈവം സെക്മെറ്റ്. ഇതാണ് ക്വീൻ ടൂയയുടെ സ്റ്റാച്യു. ഇത് ടെമ്പിൾ ഓഫ് കർണാക്കിൽ നിന്നുള്ള ബബൂൺസ്. ഈ 2 മാർബിൾ ശില്പങ്ങൾ ഗ്രൂപ്പ് വിത്ത് ടോളമി II. ഈ ക്രീം കളറിലുള്ളത് ഗോഡ് ബസ്. ഇത് ഗോഡ് ഏപ്പിസ്. ഇത് 6ാമത്തെ റൂം. കാർലോ ഗ്രാസിയുടെ വിധവ നഡ്ഡ ഗ്രാസി പയസ് 12-ാമൻ മാർപ്പാപ്പായ്ക്ക് ഡൊണേറ്റ് ചെയ്ത കളക്ഷൻസ് ആണ് ഈ റൂമിൽ. ഇത് 7ാമത്തെ മുറി. ടോളമി 3-ാമന്റെ തലയാണിത്. അലക്സാണ്ട്രിയൻ ടെറക്കോട്ടകളും പാൾമേറൻ ശവക്കല്ലറ സ്ലാബുകളുമാണ് ഇവിടെ ഉള്ളത്. ഇത് 8ാമത്തെ റൂം. പുരാതന നിയർ ഈസ്റ്റിൽ നിന്നുള്ള പുരാവസ്തുക്കളാണ് ഇവിടെ ഉള്ളത്. ഇത് 2300-2000 BC കാലഘട്ടത്തിൽ ജെറിക്കോയിലെ സെമിത്തേരിയിൽ നിന്നുള്ള മൺപാത്രങ്ങളാണ്. ഈ 9ാം റൂമിലുള്ളത് 9 മുതൽ 12 BCയിൽ അസിറിയയിൽ നിന്നുള്ള റിലീഫ് ശില്പകലകളാണ്. ഈ 9ാം റൂമോടുകൂടി ഗ്രിഗോറിയൻ ഈജിപ്ഷ്യൻ മ്യൂസിയം ഭാഗം അവസാനിക്കുകയാണ്. ഇവിടെ വളരെയേറെ പുരാതന ശില്പങ്ങൾ നമുക്ക് കാണാം. ഈ കൊടിയും പിടിച്ചുകൊണ്ടുപോകുന്നത് ഗൈഡഡ് ടൂർ ഗ്രൂപ്പ് ആണ്. ഇവിടെ വൃത്താകൃതിയിലുള്ള ഒരു നടുമുറ്റമാണ്. ഇതാണ് സാല ഡഗ്ലി ആനിമലി അഥവാ മൃഗങ്ങളുടെ ഹാൾ. പയസ് 6-ാമന്റെ കീഴിൽ 18-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണിത്. ഇതിന്റെ പ്രധാന ആർട്ടിസ്റ്റ് അന്റോണിയോ ഫ്രാൻസോണിയാണ്. ഇത് പ്രകൃതിയുടെയും വേട്ടയാടലിന്റെയും തീമിൽ നിർമ്മിച്ചതാണ്. ഇത് ഹാൾ ഓഫ് മ്യൂസസ്. 1784 തുറന്ന ഈ മ്യൂസിയത്തിലുള്ളത് ഗ്രീക്ക് റോമൻ മിത്തോളജിയിലെ സിയൂസിന്റെ പുത്രിമാരായ 9 ദേവതമാരും മറ്റു ദേവന്മാരുമാണ്. കലയുടെയും ശാസ്ത്രത്തിന്റെയും ദൈവങ്ങളാണ് ഈ 9 ദേവതമാർ. ഇതിന്റെ സീലിംഗിൽ നിറയെ മനോഹരമായ ചിത്രകലകൾ കാണാം. ഇത് അപ്പോളോ ദേവന്റെ ഫോളോവർ ബെൽവിഡിയർ ടോർസോ.
ഈ സ്ത്രീരൂപം ഇറാറ്റോ. ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത് മൈക്കലാഞ്ചലോ സിമനേറ്റി ഡിസൈൻ ചെയ്ത റൗണ്ട് റൂമിലേക്കാണ്. മുൻപിൽ കാണുന്ന റൗണ്ടിലുള്ളത് നീറോയുടെ ബാത്ത്. ഇതിന്റെ റൗണ്ട് ഡോം നമുക്കൊന്ന് കാണാം. ഇതാണ് ഗ്രീക്ക് ക്രോസ് ഹാൾ. ഇത് AD 335 മരിച്ച കോൺസ്റ്റൻഷ്യൻ ചക്രവർത്തിയുടെ മകൾ സെയിന്റ് ഹെലേനയുടെ കൽശവപ്പെട്ടി. ഇത് 354 AD മരിച്ച കോൺസ്റ്റൻഷ്യൻ ചക്രവർത്തിയുടെ മകൾ കോൺസ്റ്റാൻഷ്യയുടെ ശവപ്പെട്ടി. വളരെ വിലയേറിയ റെഡ് പോർവെറി കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ സ്റ്റെപ്പ് കയറി പോകുന്നത് ഗ്രിഗോറിയൻ എട്രസ്കൻ മ്യൂസിയത്തിലേക്കാണ്. 1837 പോപ്പ് ഗ്രിഗറി 16 സ്ഥാപിച്ച ഈ മ്യൂസിയം എട്രസ്കൻ പുരാവസ്തുക്കൾക്ക് വേണ്ടി സമർപ്പിച്ച ആദ്യത്തെ മ്യൂസിയമാണ്. 9 റൂമുകളുള്ള ഇതിന്റെ ആദ്യത്തെ റൂമാണിത്. ചിതാഭസ്മ ശകലം സൂക്ഷിക്കുന്ന കുടങ്ങളാണ് ഈ റൂമിൽ. ഈ രണ്ടാമത്തെ റൂമിൽ ഗുഗ്ലിൽമി കളക്ഷൻസ് ആണ്. മൂന്നാമത്തെ ഈ റൂമിൽ മോശയുടെയും അഹ്റോന്റെയും ജീവിതത്തിൽ നിന്നുള്ള കാഴ്ചകളാണ്. വളരെയേറെ ഓട്ടുപാത്രങ്ങളും മൺകുടങ്ങളും നമുക്കിവിടെ കാണാം. ഇത് ട്രംപ് ഓഫ് ദി ട്രൈപാഡ്. അതുപോലെ പുരാതന കാലത്തിലെ സ്വർണത്തിലും വെള്ളിയിലും നിർമ്മിച്ച പാത്രങ്ങളും ഇവിടെ കാണാം. ഈ റൂമിൽ പഴയ നിയമത്തിലെ കാഴ്ചകളുടെ രൂപത്തിലുള്ള ഓട്ടുകൊണ്ടുള്ള സാധനങ്ങളാണ്. ഇവിടെ കുറെ ഉളിയും പുരാതന ആയുധങ്ങളും നമുക്ക് കാണാം. ഇവിടെ പരിചയം പടച്ചട്ടയും നമുക്ക് കാണാം. വത്തിക്കാൻ മ്യൂസിയങ്ങളിലെ കാഴ്ചകളുടെ ഫസ്റ്റ് പാർട്ട് അവസാനിക്കുകയാണ്. ഇനിയും വളരെയേറെ കാഴ്ചകൾ വത്തിക്കാൻ മ്യൂസിയങ്ങളിലുണ്ട്. 2-3 ഭാഗങ്ങൾ 2 ആഴ്ച ഇടവിട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ കാണാൻ മറക്കല്ലേ.